ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പൻകുത്ത് പ്രദേശത്തെ ആദ്യകാല കുടിയേറ്റ കർഷകനായ ശ്രീ മാത്യു ചാക്കോത്തുണ്ടത്തിൽ അദ്ദേഹത്തിന്റെ സമ്മിശ്ര കൃഷിയിലെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഇടുക്കി ജില്ലയിലെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പൻകുത്ത് പ്രദേശത്തെ ഒരു കർഷകനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്, ശ്രീ മാത്യു ചാക്കോത്തുണ്ടത്തിൽ. മാത്യു ചേട്ടൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം മാത്യു ചേട്ടൻ. നമസ്കാരം. മാത്യു ചേട്ടന് ഇപ്പോൾ മാങ്കുളത്ത് വന്ന് താമസം ആരംഭിച്ചിട്ട് എത്ര വർഷങ്ങളായി? 50 വർഷം കഴിഞ്ഞു. എങ്ങനെയാണ് മാങ്കുളത്ത് വന്നത്? ഞാൻ ചുമ്മാ മാങ്കുളം കാണാൻ വന്നതാ. എവിടെയായിരുന്നു സ്വന്തം വീട്? സ്വന്തം വീട് മുണ്ടക്കയം. മുണ്ടക്കയത്ത് നിന്ന് ഏത് വർഷമാണ് മാങ്കുളം കാണാൻ ഇവിടെ വന്നത്? ഞാൻ 77 അടിയന്തരാവസ്ഥയ്ക്ക് വന്നു. അടിയന്തരാവസ്ഥ മേടിച്ച് പോന്നതാ. അപ്പോൾ 1976-77 കാലഘട്ടത്തിൽ ഇവിടെ വന്നു. വന്നിട്ട് മാങ്കുളം കാണാൻ വന്നിട്ട് പിന്നെ എന്താണ്, തിരിച്ചു പോയില്ലേ? പോയില്ല. ചെറിയ ബിസിനസ്സായിട്ട് ഇവിടെ കൂടി. എന്ത് ബിസിനസ് ആയിരുന്നു? പലചരക്കട ആയിരുന്നു. മാങ്കുളം ടൗണിലാ? അല്ല, പെരുമ്പൻകുത്തിലായിരുന്നു, വാവപ്പള്ളിയുടെ അടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് തന്നെ പെണ്ണ് കെട്ടി മാങ്കുളത്ത് പോന്നു. എന്നിട്ട് ഇങ്ങനെ ബിസിനസ് ചെയ്ത് നമ്മളിങ്ങനെ പോന്നു. അത് കഴിഞ്ഞ് കൃഷിപ്പണിയായി. പറമ്പിൽ പ്ലോട്ട് കിട്ടി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ സ്ഥലമൊക്കെ വാങ്ങിച്ചായിരുന്നു? ഇവിടെ ഇല്ല, എനിക്ക് 1.5 ഏക്കർ സർക്കാർ തന്നതാ. അത് ഏത് വർഷം? 80. അപ്പൊ 76-77 വന്ന് 80 ആയപ്പോഴത്തേക്കും സർക്കാർ തന്നെ 1.5 ഏക്കർ സ്ഥലം പതിച്ചു തന്നു. ഒന്നുമില്ല വേറെ. കാട് പിടിച്ച് കിടന്ന സ്ഥലമായിരിക്കുമല്ലോ തന്നത്? അതെ, അന്ന് ഈറ്റക്കാടായിരുന്നു. ഈ ഈറ്റക്കാട്ടിൽ ആദ്യം എന്തെല്ലാം കൃഷികളാണ് അന്ന് ചെയ്തത്? ആദ്യം ഞാൻ വെച്ചത് തെങ്ങ് കൃഷി ചെയ്തു. 35 തെങ്ങ് കൃഷി ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കപ്പ കൃഷി ചെയ്യുന്നു. കപ്പ, കാച്ചില്, ചേമ്പ്, ചേന അങ്ങനെയുള്ളതൊക്കെ കൃഷി ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ കൊടിയെ മറ്റ് കൃഷികളൊക്കെ ഓരോന്നോരോന്ന് കിട്ടുന്ന സാമ്പത്തികത്തിന്റെ അനുസരിച്ച് മേടിച്ചു വെച്ച് ജീവിച്ചു പോന്നു. ആദ്യം ഇവിടെ മാങ്കുളത്തിന് വന്നപ്പോഴേ അന്ന് എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഞാൻ മാങ്കുളത്ത് വന്നത് കട്ടപ്പന വന്ന് ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ബസ് ഉണ്ടായിരുന്നു, അതേ കയറി അടിമാലി വന്നു. രാവിലെ കട്ടപ്പനയിൽ നിന്ന് കയറിയിട്ട് 3:30-4 മണിയായപ്പോൾ അടിമാലി വന്നു. അവിടുന്ന് നടന്ന് കുരിശുപാറ വഴി വന്ന് അവിടെ കിടന്നു. കുരിശുപാറ പിറ്റേ ദിവസം മാങ്കുളത്തിന് നടന്നു പോകുന്നു കാണാൻ. അങ്ങനെ വന്ന് മാങ്കുളത്ത് ചെന്നപ്പം അവിടെ ജീവിക്കാമെന്നൊരു തോന്നൽ തോന്നി അവിടെ പിടിച്ചു. അവിടെ മുതിർന്നവരും മറ്റുള്ളവരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു ചെറിയ ബിസിനസ് ഒക്കെ ചെയ്ത് അവിടെ കൂടി. കട്ടപ്പനയിൽ നിന്ന് അടിമാലി വരെ ബസ്സിന് വന്നിട്ട് അടിമാലിയിൽ നിന്ന് നടന്നാണ് മാങ്കുളത്തിന് വന്നത്. കൊരങ്ങാട്ടി, ഞങ്ങളെല്ലാം കൊരങ്ങാട്ടി കയറി വരുന്നത് അന്ന്. അപ്പൊ അങ്ങനെ നടന്ന് മാങ്കുളത്ത് വരികയാണ് ചെയ്തതല്ലേ? അതെ. പിന്നീട് ഈ മാങ്കുളത്തേക്ക് വാഹനങ്ങളൊക്കെ ഏത് വർഷത്തിലാണ് എത്തി തുടങ്ങിയത്? വാഹനം എത്തിയപ്പം 3 വഴി വരുമായിരുന്നു വാഹനം. അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല സാറേ, ആ സമയം ഓർക്കുന്നില്ല. പിന്നെ അവിടുന്ന് മാങ്കുളത്തുനിന്ന് നേരെ 6 മൈൽ ഇറങ്ങുമായിരുന്നു, കുറത്തി കൂടി. അങ്ങനെ 2 വഴിയായിരുന്നു. 2 വഴിയും എൻ്റെ വീട്ടിൽ നിന്ന് 32 കിലോമീറ്റർ മെയിൻ റോഡ് ഇറങ്ങാൻ കണക്റ്റാണ്. അപ്പം ഞാൻ ഈ ചെറിയ ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ പറ്റിലെ തന്നെ ഞാനൊരു ജീപ്പ് മേടിച്ചു. അതെ, ഈ ജീപ്പ് മേടിക്കുന്നതിന് മുമ്പ് ഇവിടെ മാങ്കുളത്ത് ജീപ്പ് വരുന്ന രീതിയിൽ റോഡുണ്ടായത് എങ്ങനെയാണ്? അത് സാധാരണ വഴി നാട്ടുകാർ വെട്ടിയുള്ള വഴിയാ ഉള്ളത്. നാട്ടുകാർ വെട്ടിയതാ. അത് മൂന്നാറ്റിൽ നിന്ന് ലക്ഷ്മി വരെ ടാറ്റാന വഴി ഉണ്ടായിരുന്നു. അവിടുന്ന് ബാക്കി നാട്ടുകാർ വെട്ടി. അത് കഴിഞ്ഞ് പിന്നെ കുറത്തി വരെ ഈ ഈറ്റ എടുക്കാൻ വരുന്ന വഴി ഉണ്ടായിരുന്നു, കുറച്ചുകൂടി വരെ. അവിടുന്ന് പിന്നെ ബാക്കി ഇതുപോലെ തന്നെ നാട്ടുകാർ ഈറ്റ വെട്ടാനും മറ്റാവശ്യങ്ങൾക്കും നാട്ടുകാർ വെട്ടി തെളിച്ച വഴി അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ കല്ലാറ് തെളിഞ്ഞു തുറന്ന് നാട്ടുകാരെല്ലാവരും കൂടി വെട്ടി തെളിച്ച് കുരിശുപാറ അങ്ങനെ ഇറങ്ങി. ബുദ്ധിമുട്ട് കുറഞ്ഞു, ഞങ്ങളുടെ നീളം കുറഞ്ഞു വഴിക്ക്. ഇവിടെ ഈ ടാറിങ് റോഡൊക്കെ ആയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? ടാറിങ് റോഡ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിട്ടിരുന്ന സമയത്ത് ടാറിങ് റോഡ്. അതിന് മുമ്പ് മാങ്കുളം വരെ കുറച്ചുണ്ടായിരുന്നു. അത് ഏത് മന്ത്രിയാണ് ഒന്നും അറിയത്തില്ല, കോൺഗ്രസ് ഭരണത്തിന്. ബാക്കി പെരുമ്പൻകുത്ത്, ആനക്കുളം അങ്ങോട്ടൊക്കെ പോയത് അത് കഴിഞ്ഞ് ആണ്. പിന്നെ ഇച്ചിരി പുരോഗമനം വന്നത് ഫ്രാൻസിസ് ജോർജ് MP ആയി വന്നു. അന്നേരം കുറെ പുരോഗമനം വന്നു. ഞാൻ അന്നേരമൊക്കെ കൃഷിപ്പണിയും ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇച്ചിരി പ്രായമായി, അസുഖമൊക്കെ ആയി കഴിഞ്ഞപ്പം കുറച്ച് രാഷ്ട്രീയം കുറച്ചു.
കുറച്ചിട്ട് വീട്ടിൽ മുഴുവൻ സമയ കൃഷി പണികൾ തന്നെയാണ് അല്ലേ? അപ്പോൾ ആദ്യം സ്ഥലം പതിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യം തെങ്ങ് കൃഷി ചെയ്തു, പിന്നീട് കപ്പ, ചേന, ചേമ്പ്, കാച്ചില് തുടങ്ങിയ ഇനങ്ങൾ കൃഷി ചെയ്തു. പിന്നീട് കുരുമുളകൊക്കെ എന്നാണ് കൃഷി ചെയ്തത്? കുരുമുളക് ആ കൂട്ടത്തിൽ തന്നെ കൃഷി ചെയ്തു ഉണ്ടായിരുന്നു. കുരുമുളക് ആ കൂടെ കൃഷി ചെയ്തു. പിന്നെ ജാതിയൊക്കെ പിന്നെ ആയി കഴിഞ്ഞപ്പോഴാണ് കൃഷി ചെയ്തത്. നാട്ടിൽ ചെന്നിട്ട് കുരു കൊണ്ടുവന്ന് കുഴിച്ചിട്ട് അങ്ങനെയൊക്കെ. കൊക്കോയൊക്കെ എങ്ങനെയാ, ഏത് സമയത്ത് ആരംഭിച്ചു? നേരത്തെ തന്നെ ഇവിടങ്ങളിൽ കൊക്കോ ഉണ്ടായിരുന്നു. ഈ 956 എന്ന് പറയുന്ന സ്ഥലത്ത് കൊക്കോ ഉണ്ടായിരുന്നു. അവിടുന്ന് എൻ്റെ അമ്മായിപ്പൻ ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടു പ്രദേശത്ത് തന്നെ അവർ താമസിക്കും. അവരുടെ പറമ്പിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ കൃഷി ചെയ്തു. കൊക്കോയും കുരുമുളകും എല്ലാം ഈ 80 കാലഘട്ടം മുതൽ തന്നെ കൃഷിയുണ്ട് ഇവിടെ. ഒരു കാലത്ത് ഈ മാങ്കുളത്ത് കമുക് കൃഷി ധാരാളമായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ കമുക് കൃഷി ചെയ്തിരുന്നു? കവുങ്ങ് കൃഷി ചെയ്തു. ഭയങ്കരം കവുങ്ങും തോട്ടമായിരുന്നു. അത് പാടവേ നശിച്ചു പോയി. ആദ്യം കവുങ്ങായിരുന്നു കൃഷി ചെയ്തത്. ഈ കമുക് എങ്ങനെയാണ് നശിച്ചു പോയത്? എങ്ങനെയാണ്? അത് ഈ മണ്ടരി വന്ന് ചുമപ്പ് വന്നു, മണ്ട മറിച്ചില് മുഞ്ഞ പോലെ. അങ്ങനെ മൊത്തത്തിൽ കമുകുകളെല്ലാം നശിച്ചു പോയി. ഇപ്പോഴും 1-2 ഇടയ്ക്കൊക്കെ ഉണ്ട്, ഞങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് വിരലെണ്ണാൻ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം. അതും പഴുത്ത് നിലത്ത് വീഴും, ഞങ്ങൾ പിറക്കിയെടുക്കും, ഉണങ്ങും. ഇപ്പം എല്ലാം പറഞ്ഞ കൊട്ടപ്പാക്കം കിട്ടും. ഈയിടെ കഴിഞ്ഞ കൊല്ലം എനിക്ക് 10-25 കിലോ കിട്ടി. ഈ കൊല്ലം അത് 10-25 കിലോ കിട്ടും. അങ്ങനെ പോകുന്നു. ഓരോ അത് പറഞ്ഞ പല ഐറ്റം ആദായമാണ്, അല്ല ഒരാദായമായിട്ട് വരുന്നില്ല. ഈ കച്ചവടം പലചരക്കട ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. പലചരക്കട മുഴുവൻ സമയം തുറന്നിരിക്കുമായിരുന്നോ, അതോ രാവിലെയും വൈകുന്നേരവും മാത്രം തുറന്നു വെച്ചിട്ടോ ബാക്കി സമയം പറമ്പ് പണിയായിരുന്നു? മുഴുവൻ സമയവും ബിസിനസ് ഉണ്ടായിരുന്നു എനിക്ക്. അന്നൊക്കെ എനിക്ക് ഈ പണിക്കാരുണ്ടായിരുന്നു വേറെ. പറമ്പിലെ പണികൾക്കെല്ലാം ജോലിക്കാരെ വിട്ട് പണിയിപ്പിക്കും. കടയിൽ മുഴുവൻ സമയം ഇരിക്കുമായിരുന്നു. ഈ കട എന്നിട്ട് ഏത് സമയത്ത് ഇപ്പൊ ഉണ്ടോ കട, അതോ നിന്ന് പോയോ? ഇല്ല 83 കട നിർത്തി കളഞ്ഞിട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ നിർവാഹമില്ലാതെ വന്നപ്പം ഇവിടെ ഒരു വഴിയില്ല. ഓരോരുത്തരെ നാട്ടിൽ കൊണ്ടുവിടണം, അവിടെ ഇവിടെ അതിൻ്റെ പുറകെ പോകാൻ വേണ്ടിയിട്ട് കച്ചവടം നിർത്തിക്കളഞ്ഞു. ഞാൻ 2 ശമ്പളക്കാരെ വരെ വെച്ച് ബിസിനസ് ചെയ്തവനാണ്. പക്ഷേ അതുകൊണ്ടൊന്നുമില്ല, നമുക്ക് വരുമ്പോൾ ഒന്നും കിട്ടുകയില്ല. അപ്പോൾ അത് മനസ്സിലാക്കി അവരെ പിരിച്ചുവിട്ടു. കട ഞാൻ നിർത്തിയിട്ട് പിന്നെ ഞാൻ എൻ്റെ അനിയനെ കൊണ്ടുവന്നു നാട്ടിൽ നിന്ന്. അനിയനെ ഏൽപ്പിച്ചു. മിച്ചം ഉണ്ടായിരുന്നു എല്ലാം കൂടെ സേപ്പിച്ച്. അവൻ കുറേ നാൾ ബിസിനസ് ചെയ്തു. അത് കഴിഞ്ഞ് പുള്ളി നിർത്തിപ്പോയി. ഞങ്ങൾ ചേട്ടനിയന്മാർ 3 പേര് നിലവിൽ ഇവിടെ ഉണ്ടായിരുന്നു. മൂത്ത പുള്ളി രാജകുമാരിക്ക് പോയി. അപ്പോൾ പിന്നീട് ഈ കൃഷിയിലേക്ക് തിരിയാണോ ചെയ്തത് കട നിർത്തിയതിന് ശേഷം? കൃഷി മാത്രമായിട്ട് മാറി. അന്ന് ഏറ്റവും കൂടുതലായിട്ട് വരുമാനം കിട്ടിയത് ഏത് കൃഷിയിൽ നിന്നായിരുന്നു? അന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് കമുങ്ങ്, കൊടി, കപ്പ, കുറുമ്പൂപ്പ് കൃഷി ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ കുറുമ്പൂണ്ട് തന്നാണ്ടിൽ ആദായം കിട്ടുന്ന കൊണ്ട് അത് കൂടുതലായിട്ട് കൃഷി ചെയ്യും. എന്നിട്ട് അത് വയ്ക്കും. ഇപ്രാവശ്യം കപ്പ കൃഷിയുണ്ട്. ഇപ്പോൾ 2-2.5 കിൻഡൽ ഞാൻ ഉണങ്ങി വെച്ചിട്ടുണ്ട്. ഉണക്കപ്പ ഉണങ്ങി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ. ഈ കൊല്ലവും എനിക്ക് കപ്പയുണ്ട്. അപ്പം ഇതൊന്നും ഞങ്ങൾ വീട്ടാവശ്യത്തിന് പോലും പുറത്ത് മേടിക്കാൻ പോകുന്നില്ല. ബാക്കി ഞങ്ങൾ വിറ്റ് കാശ് മേടിക്കും. ഈ കപ്പ വിറ്റ് കഴിഞ്ഞാൽ ഇപ്പം എന്ത് വില കിട്ടുന്നുണ്ട്? ഞങ്ങൾ 800 രൂപ കിട്ടും. 10 കിലോ 800 രൂപ മിനിമം കിട്ടും. ഇപ്പം അത് ഇച്ചിരി കഴിഞ്ഞാൽ ഇപ്പോൾ 1000 രൂപ വരെ കിട്ടും. 40 രൂപ എടുക്കണം 1 കിലോ പച്ചക്കപ്പയ്ക്ക്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। എത്ര കൊക്കോ മരങ്ങൾ കൃഷി ഉണ്ട് ഇപ്പോൾ? കൊക്കോ ശരിക്കും പറഞ്ഞാൽ 2 ഏക്കറിലും കൊക്കോ ഉണ്ട്. എല്ലാം കൂടി ഒരു 100, 150, 120, 150 കൂടെ അടുത്ത് കാണും. 2 സ്ഥലത്തായിട്ട്. ഒരു പട്ടയില്ലാത്ത 1 ഏക്കറും പട്ടയുള്ള 1 ഏക്കറും രണ്ടിടത്തും ആണിത്. ശരിക്കും പറഞ്ഞാൽ എണ്ണി നോക്കാറില്ല. ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ കൊല്ലം പിടിക്കുന്നത് കൊക്കോയില. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കൊക്കോ നമ്മൾ കൃഷി ചെയ്ത് പരിഹരിച്ചു കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? മരുന്നടി. എന്ത് മരുന്നാണ് അടിക്കുന്നത്? ഞങ്ങൾ ഈ ഓടോമൊസറം അടിക്കും.
അത് ഏത് സമയത്താണ് തളിച്ചു കൊടുക്കുന്നത്? അത് ഈ ഏറ്റവും കൂടുതൽ മഴ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ 2 മരുന്നടിക്കും. ഈ 2 മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ പൊഴിച്ചിലും ചീച്ചിലും ഒന്നും ഉണ്ടാവില്ല. കുറെ പോവും, കുറെ കുറയും മാത്രമേ ഉള്ളൂ. വേറെ ഇത് വെട്ടി ഒരുക്കി നിർത്തേണ്ടതിന്റെ ആവശ്യകതയൊക്കെ ഉണ്ടോ? വെട്ടി തെളിക്കുന്നുണ്ട് സാറേ. കോതി തെളിച്ച് അത് പണിക്കാരെ നിർത്തി കോതിക്കും. കോതി തെളിച്ച് നിർത്തും, അല്ലെങ്കിൽ കാ കുറയും. കോതി തെളിച്ച് നല്ലപോലെ സൂര്യപ്രകാശം ഇതിന്റെ തടിയിലൊക്കെ പതിക്കുന്ന രീതിയിലാക്കി നിർത്തും അല്ലേ? ഇതിന് വളപ്രയോഗങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? വളം സാധാരണ ഞാനൊക്കെ ആടുണ്ടായിരുന്നു, ഇപ്പോഴും ആടുണ്ട്, കന്നുകാലി ഉണ്ടായിരുന്നു. ചാണാനാണ് ഞങ്ങൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ചാണാന വരവളം ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് ആടുണ്ട്, വളർത്തുന്നുണ്ട്. കറക്കുന്ന ആടുണ്ട്. അത് ഇപ്പം 3 കുഞ്ഞുണ്ട്. 2 ലിറ്റർ പാല് കിട്ടും. ആട്ടുകാട്ടമാണോ വളമായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? ഭാര്യ എനിക്ക് ഉണങ്ങാൻ കൂട്ടുന്നിടത്ത് കൂട്ടി ഞങ്ങൾ അതിനെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതൊരു 10 കിലോ ആവറേജ് ഒരു വള്ളിക്കുട്ടയ്ക്ക് ഒരു എണ്ണത്തിന്റെ മൂട്ടി കൊണ്ടിട്ട് മണ്ണിടും പുതുമഴ പെയ്യുമ്പോൾ. അതിനാണ് ഇപ്പൊ ഈ വാരി കൂട്ടിയിട്ടേക്കുന്നത്. ഈ കൊക്കോയ്ക്ക് കാട്ടുമൃഗങ്ങളുടെ എന്തെങ്കിലും ആക്രമണം ശല്യമൊക്കെ ഉണ്ടോ? അതുകൊണ്ട് സാറേ, കാട്ടുമൃഗം എന്ന് പറഞ്ഞാൽ ഈ അണ്ണാന്, മരപ്പെട്ടി അങ്ങനെയൊക്കെയുള്ള ശല്യം എനിക്കുള്ളൂ. അത് ഞാൻ താമസിക്കുന്ന ഏരിയ മറ്റു ശല്യങ്ങളൊന്നുമില്ല. എത്ര ദിവസം ആഴ്ചയിൽ വിളവെടുക്കും കൊക്കോയുടെ? ഞങ്ങൾ അങ്ങ് ഒന്നരാടൻ എടുക്കും. പക്ഷേ ആഴ്ചയിൽ ഒരു ബിസിനസ്സേ ഉള്ളൂ. അത് ഈ കാഴ്ചക്കാരെന്ന് പറയുന്ന ഒരു പാർട്ടി വന്ന് എടുത്തോണ്ട് പോകുമായിരുന്നു. ആഴ്ചയിൽ വന്നെടുക്കും. അവർ ഒന്നെങ്കിൽ ഒരു തിങ്കളാഴ്ച, അല്ലെങ്കിൽ ഒരു ബുധനാഴ്ച, ഒരു വെള്ളിയാഴ്ച അവർ എടുക്കുന്ന ദിവസം നമ്മൾ പറിച്ച് പൊട്ടിച്ച് കൊടുക്കും. പൊട്ടിച്ച് പച്ചയ്ക്ക് തന്നെ പരിപ്പ് കൊടുക്കണോ? പച്ചയ്ക്ക് കൊടുക്കും. അല്ല, ഉണങ്ങുന്നില്ല. ഉണങ്ങുന്നില്ല. അപ്പോൾ ഈ പച്ചയ്ക്ക് നമ്മളിങ്ങനെ പരിപ്പ് കൊടുക്കുമ്പോൾ എത്ര രൂപ കിട്ടുന്നുണ്ടായിരുന്നു? 85 രൂപ മുതൽ കിട്ടിയിട്ടുണ്ട്. കായ്ക്ക് ഉണ്ടായിരുന്നു 85 രൂപ, 90 രൂപ അങ്ങനെയൊക്കെ കിട്ടും. 60 വരെ മുതൽ കിട്ടും നമുക്ക്. ഒരു മികച്ച വിലയാണല്ലേ? അതെ. എത്ര കിലോ ഈ പരിപ്പ് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് 1 കിലോ ഉണക്ക് കിട്ടും? അങ്ങനെ നോക്കിയിട്ടുണ്ടോ? 3 കിലോ ഒയ്ക്ക് 1,200 കിട്ടും. മഴക്കാലത്ത് കിട്ടുകയില്ല. മഴക്കാലത്ത് 3-ന് 1 കിട്ടും. ഇപ്പം 3 കിലോ ഉണങ്ങിയ 1,200 കിട്ടും ഈ വേനക്ക്. എവിടുന്നാണ് ഈ കൊക്കോയുടെ ഒക്കെ തൈ കൊണ്ടുവന്നത്? ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ്? അതെ. ഞാൻ ഇവിടെ കൊക്കോ കൊണ്ട് മേടിച്ചോണ്ട് വന്നിട്ട്, ഇവിടെ പറഞ്ഞല്ലോ എൻ്റെ ആൾക്കാരുണ്ട് ഇവിടെ, അവിടുന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് തൈ ഉണ്ട്. ഞങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിച്ചു, കൃഷി ചെയ്ത. എത്ര വർഷം വരെ കൊക്കോയ്ക്ക് ആയുസുണ്ട്? അങ്ങനെ വല്ലതും നോക്കിയിട്ടുണ്ടോ? അത് പറയാൻ പറ്റത്തില്ല. ആദ്യം കുഴിച്ചു വെച്ചത് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ അങ്ങനെയൊന്നും നോക്കാറില്ല. ഇല്ല, അങ്ങനെ കേടുവന്ന് അങ്ങനെയൊന്നും പോകാറില്ല അല്ലേ? പോകുന്നുണ്ട്. ഇടയ്ക്ക് വന്ന് പനി പിടിച്ചും ഉണങ്ങിയൊക്കെ പോകും. അന്നേരം അടുത്തത് വെക്കും. അത്രേ ഉള്ളൂ. ആദ്യം ഞാൻ വെച്ച കൊക്കോ ഇപ്പോഴും എനിക്കുണ്ട്. ജാതി കൃഷി ചെയ്തിട്ട് എത്ര വർഷങ്ങളായി? ജാതി കൃഷി ചെയ്തിട്ട് പല വർഷങ്ങളിലായിട്ടാണ്. 10 കൊല്ലം 15 കൊല്ലം ആയതൊക്കെ ഉണ്ട്. അതിങ്ങനെ പോന്നു കഴിഞ്ഞിട്ട് ഇപ്പം ചെറുതുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇട കിട്ടുമ്പോൾ ഞങ്ങൾ ജാതി വെക്കും. ഇപ്പം പിന്നെ ഈ കൃഷിഭവൻ വഴി അവിടെ ഇവിടെയെല്ലാം വടിജാതിയൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. തൈകള് 2, 3, 4 ഒക്കെ കിട്ടും. അതൊക്കെ ഇങ്ങനെ മേടിച്ച് വെക്കുകയും. ആദ്യം കൃഷി ചെയ്ത ജാതി നാടൻ ജാതിയായിരുന്നു അല്ലേ? നാടന ശരിക്കും കായ്ക്കുന്ന കായുള്ളത് നാടന. ബഡ് ജാതി നട്ടിട്ടുണ്ടോ? ഉണ്ട്. അതില് കൂടുതൽ കായ കിട്ടുന്നത് നാടൻ ജാതിയിൽ നിന്നാണ് അല്ലേ? വർഷം മുഴുവൻ വിളവ് പനി കൂടുതലാ. ഈ നാടൻ ജാതി നമുക്ക് വർഷത്തിൽ മുഴുവൻ സമയവും വിളവ് തരുന്നു. ഉണ്ട്, എല്ലാ സമയവും കായുണ്ട്. അത് ഈ 2-3 പ്രാവശ്യമായിട്ടുണ്ട് കായ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നത്. ഇപ്പം ഒരു ചെറിയ കായുണ്ട്. ഇനിയിപ്പം മഴ പെയ്ത് കഴിയുമ്പോൾ അടുത്തൊരു പുതുമഴയ്ക്ക് നല്ലൊരു വിളവെടുപ്പ് കാ വരും. ജാതികളെല്ലാം നിറയെ കായ്ച്ചിട്ടുണ്ടോ? വളവിടുന്നു. ഈ ചാണകം ഉണ്ടല്ലോ, ജാതിക്കൊക്കെ പണിക്കാരെ നിർത്തി പുതുമഴ പെയ്യുമ്പം ചുവട് കൊത്തി ഇതാക്കിയിട്ട് വളവിടുന്നേ. വട്ടത്തി ഒരു 10 അടി ഒക്കെ ചുറ്റും. ഈ ജാതി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എത്ര അടി അകലത്തിൽ കൃഷി ചെയ്യണം? മിനിമം 25 അടി അകലം വെക്കണം, അല്ലെങ്കിൽ തണ്ടും കൂടെ യോജന ആകും. എത്ര വർഷമായപ്പോഴത്തേക്ക് ജാതി കായ്ച്ചു തുടങ്ങി? ജാതി എൻ്റെ പൊന്നു സാറേ, അത് 3-4 കൊല്ലമൊക്കെ കായ്ക്കാൻ തുടങ്ങും. എണ്ണം കുറവായിരിക്കും, 2, 4, 3. ഞങ്ങളിതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നാടൻ ജാതി വെച്ചിട്ട് ഒരു കാ കായ്ച്ചു കഴിയുമ്പോഴേ നമുക്ക് ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഒരു കാ കണ്ടാൽ അന്നേരെ ഞങ്ങൾ അതിൻ്റെ ചൂട് തുറന്ന് ചാണാനൊക്കെ കൂടുതലിട്ട് അങ്ങനെ കായ്പ്പിക്കുക. ഈ ജാതി നമ്മൾ കായ്ച്ചിട്ട് ഇത് വിളവെടുക്കുമ്പോൾ ഇതിന്റെ കുരു എടുത്തിട്ട് ഫ്ലവറൊക്കെ എടുത്ത് തിരിച്ചെടുക്കുമല്ലോ. അങ്ങനെ എടുക്കുമ്പോൾ ഇത് ഫ്ലവറായിട്ട് തിരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ട്, എടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ ഈ പുറത്ത് കട വഴി കൊണ്ട കൊടുക്കും. കാ വേറെ ഇത് വേറെ. അപ്പം നമുക്ക് 1000 രൂപയ്ക്കും 1200 രൂപയ്ക്കും 1600 രൂപ ഒക്കെ പല വില കിട്ടുന്നുണ്ട്.
പല വില കിട്ടുന്നുണ്ട്. പല സമയത്ത് പല വിലയാ. ഇപ്പം ഒരു 600 രൂപ മുതൽ 1000 രൂപ വരെയൊക്കെ കിട്ടും. അന്നേരം ഇച്ചിരി കൂടെ പൊടിഞ്ഞു പോകാൻ മാറുന്നുണ്ട് ഈ വേനലായതുകൊണ്ട്. അതിന് ഞങ്ങൾ വെള്ളത്തിലിട്ടിട്ട് ഇളക്കിയെടുക്കും ചായ കൊണ്ടുവന്ന്. എത്ര ദിവസം കൂടുമ്പോൾ ജാതിയുടെ ചോട്ടിൽ പോയി നമ്മളത് പറിച്ചെടുക്കും? പെറുക്കുള്ളൂ, പറിച്ചെടുക്കാറില്ല? ഇല്ല പറിക്കലില്ല. അന്നന്ന് രാവിലെ പറിക്കെടുക്കും. അപ്പൊ നമ്മൾ പറിച്ചില്ലെങ്കിൽ ഇതിന്റെ പൂവ് കേടായി പോകാൻ സാധ്യതയില്ലേ? ഇല്ല, അത് പൊട്ടി നിലത്ത് വീഴുക, ഒന്നും ഒരു കേടുമില്ല. മഴക്കാലത്ത് നമുക്ക് പൂ നഷ്ടപ്പെട്ടു പോകും. പ്രധാനമായിട്ടും വിളവ് തരുന്നത് കൊക്കോയ, ജാതി, റബ്ബർ എന്നിവയൊക്കെയാണ് അല്ലേ? ഈ റബ്ബർ ഏതിനാണ് കൃഷി? റബ്ബർ ഞങ്ങൾ ഈ 105 കൃഷി ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് 80 ഉള്ളൂ. ആകെ ഈ 1 ഏക്കർ സ്ഥലം മിച്ചം ഉള്ളൂ. അതിനകത്ത് വേണം ഇതെല്ലാം ചെയ്യാൻ. അപ്പൊ ഈ റബ്ബർ ടാപ്പിംഗ് ഇപ്പൊ നടത്തുന്നുണ്ടോ? വെട്ടുന്നുണ്ട്. ആരാ ചെയ്യുന്നത്? ഞാൻ തന്നെ വിട്ടു. രാവിലെ സമയത്ത് എഴുന്നേറ്റ് പണികൾ ആരംഭിക്കും? രാവിലെ 6 മണി ഒക്കെ ആകുമ്പോൾ എണ്ണീറ്റ് വെട്ടാൻ തുടങ്ങും. 80 മരമല്ലേ ഉള്ളൂ. 1 മണിക്കൂർ നേരത്തെ പണി. അത് കഴിഞ്ഞ് പിന്നെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാലെടുക്കുന്നു. പാലെടുത്തിട്ട് ഷീറ്റാക്കിയാണോ വിൽക്കുന്നത്? സ്വന്തമായിട്ടുണ്ടോ? ഇല്ല, അടുത്തുണ്ട്, തൊട്ടടുത്ത്. അപ്പൊ അങ്ങനെ എല്ലാ കൃഷികളുമായിട്ട് വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? അതെ, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ആദ്യം വന്ന് കൂര വെച്ച് താമസിച്ച് തുടങ്ങിയതായിരിക്കും. അതെ. ഇപ്പൊ നല്ല വീടൊക്കെ ആയി. നല്ല വീടാ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ ഞാന്, എന്റെ ഭാര്യ, മകന്റെ ഭാര്യ, 2 കൊച്ചു മക്കൾ. ഇപ്പം മകൻ സൗദിയില്. ഞങ്ങൾ ഇത്ര ആൾക്കാര്. മകള് കട്ടപ്പനെ അന്നേ കെട്ടിച്ചു വിട്ടു. 2 പേര്. ഒരാൾ മുരിക്കാശ്ശേരി. 2 പെണ്ണും ഒരാണുമായിരുന്നു. ഒരാളെ കട്ടപ്പന കെട്ടിച്ചു, ഒരാളെ മുരിക്കാശ്ശേരി കെട്ടിച്ചു. അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്തായാലും ഒത്തിരി സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, മാങ്കുളം പെരുമ്പൻകുത്തിനടുത്ത് സമ്മിശ്ര കൃഷിയിൽ ശ്രദ്ധിക്കുന്ന ഒരു ആദ്യകാല കുടിയേറ്റ കർഷകനായിട്ടുള്ള ശ്രീ മാത്യു ചാക്കോ ചേട്ടനാണ് ഇത്രയും നേരം തന്റെ കാർഷികാനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. മാങ്കുളം പെരുമ്പൻകുത്ത് പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ മാത്യു ചാക്കോയുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. കുരുമുളക് കൊടികൾക്ക് വേനൽക്കാല സംരക്ഷണം. വേനൽക്കാലങ്ങളിൽ കുരുമുളക് കൊടികൾക്ക് പ്രത്യേക സംരക്ഷണം ആവശ്യമാണ്. ഇക്കാലയളവിൽ ഇവയെ നന്നായി സംരക്ഷിച്ചാൽ മികച്ച വിളവ് ലഭിക്കുക മാത്രമല്ല, കൊടികൾ നന്നായി വളരുകയും മഴക്കാലത്ത് സാധാരണ ഉണ്ടാകാറുള്ള കുമിൾ രോഗങ്ങൾ കുറയുകയും ചെയ്യും. കുരുമുളകിൻ്റെ വേനൽക്കാല പരിചരണ മുറയിൽ ഏറ്റവും പ്രധാനം മണ്ണിലെ ജലാംശം നഷ്ടപ്പെടാതെ പരമാവധി നിലനിർത്തുക എന്നുള്ളതാണ്. പുതയിടൽ ഇതിന് ഏറ്റവും പറ്റിയ മാർഗമാണ്. ഉണങ്ങിയ ചപ്പുചവറുകൾ, കരിയില, അറക്കപ്പൊടി, കൊക്കോത്തോട്, അടയ്ക്കാത്തോട്, വാഴയുടെ അവശിഷ്ടങ്ങൾ എന്നിവ പുതയിടൽ ആവശ്യത്തിനായി ഉപയോഗിക്കാം. തോട്ടപ്പയർ ചെത്തിയെടുത്ത് ഉണങ്ങിയ ശേഷം തടത്തിൽ വട്ടം വയ്ക്കുന്നതും നല്ലതാണ്. കൊടിക്കു ചുറ്റും ഏതാണ്ട് 1.5 മീറ്റർ ചുറ്റളവിൽ തടം മുഴുവനും മൂടത്തക്ക വിധത്തിലാണ് പുതയിടേണ്ടത്. കൊടികളുടെ ചുവട്ടിലെ കളകൾ നീക്കം ചെയ്ത് വൃത്തിയാക്കിയ ശേഷം വേണം പുതയിടാൻ. കളകൾ നീക്കം ചെയ്യാൻ കൊടിയുടെ ചുവട്ടിലോ തടത്തിലോ ആഴത്തിൽ കിളയ്ക്കുന്നത് നല്ലതല്ല. ഇത് കൊടിയുടെ വേരുപടലങ്ങൾക്ക് കേടുപാടുകൾ വരുവാൻ ഇടയാക്കും. പറിച്ചെടുത്ത കളകൾ തന്നെ പുതയിടലിനായി ഉപയോഗിക്കാവുന്നതാണ്. പുതയിട്ടതിന് ശേഷം ജലസേചനം നൽകുന്നത് കൂടുതൽ വിളവിന് വഴിതെളിക്കും. തുള്ളിനന രീതിയാണ് വളരെ ഫലപ്രദം. മണ്ണിൽ ധാരാളം ജൈവാംശം ഉണ്ടെങ്കിൽ കൂടുതൽ വെള്ളം തങ്ങി നിൽക്കും. വെയിലേൽക്കാതെ കൊടിത്തണ്ടുകളെ സംരക്ഷിക്കലാണ് മറ്റൊരു പ്രധാന കാര്യം. കടുത്ത വേനലിൽ കൊടിയിൽ നിന്ന് സ്വേദനം വഴി വളരെയധികം ജലനഷ്ടമുണ്ടാകും. മാത്രമല്ല, കൊടിയുടെ തണ്ടിന് ക്ഷതം സംഭവിക്കുകയും ചെയ്യും. പ്രധാന കൊടിത്തണ്ടിൽ വെയിലേൽക്കാതിരിക്കുന്നതിന് ചുവടുഭാഗം പൊതിഞ്ഞു കെട്ടുന്നത് നല്ലതാണ്. ഈ ആവശ്യത്തിനായി ഓലമടൽ ഉപയോഗിക്കാം. കൊടിക്ക് മുഴുവനായി തണൽ ലഭിക്കുന്നതിന് മെടയാത്ത ഓലകളോ ഇലയുള്ള മരച്ചില്ലകളോ താങ്ങുമരത്തിൽ ചാരി നിർത്തുകയോ മുകളിൽ നിന്ന് കെട്ടിത്തൂക്കുകയോ ചെയ്യാം. 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള ചെറുകൊടികൾക്ക് തണൽ നൽകുന്നതിന് പുറമെ കൊടിയുടെ ഇലകളിൽ 5% വീര്യമുള്ള ചുണ്ണാമ്പ് ലായനി തളിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. ഇത് ഇലകളിൽ കൂടിയുള്ള ജലനഷ്ടം ഒഴിവാക്കാൻ ഉപകരിക്കും. ജലസേചന സൗകര്യമുള്ള കൃഷിസ്ഥലങ്ങളിൽ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായി നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്.
വിളവിൽ ഏതാണ്ട് 50% വർധനവിന് ഇത് സഹായിക്കും. കൊടിയൊന്നിന് ഏകദേശം 100 ലിറ്റർ വെള്ളം എന്ന കണക്കിൽ 8-10 ദിവസത്തിലൊരിക്കൽ നനച്ചു കൊടുക്കണം. തൈക്കൊടികൾക്ക് ആഴ്ചയിൽ 1 വീതം നിർബന്ധമായും നന ആവശ്യമുണ്ട്. ചെറിയ തോട്ടങ്ങളിൽ ഹോസ് ഉപയോഗിച്ചും നനച്ചു കൊടുക്കാം. കൊടിയുടെ ചുവട്ടിൽ 75 സെൻറ്റിമീറ്റർ വീതിയിൽ തടം തുറന്നാണ് ജലസേചനം നടത്തേണ്ടത്. ചകിരിത്തുണ്ടുകൾ കുഴിച്ചിടുന്ന രീതിയും വളരെ ഫലപ്രദമാണ്. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए। प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. ആരോഗ്യ സംരക്ഷണത്തിന് പഴവർഗ്ഗങ്ങൾ. മാമ്പഴം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴം പോഷകഗുണം കൊണ്ടും രുചി കൊണ്ടും മുന്നിൽ നിൽക്കുന്നു. ഉയർന്ന അളവിലുള്ള ഭക്ഷ്യനാരുകൾ, പെക്റ്റിൻ, ജീവകം സി എന്നിവ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ചർമ്മ സൗന്ദര്യത്തിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഉത്തമമാണ്. ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കാൻ മാമ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ഇതിലടങ്ങിയ നാരുകൾ ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു. ഓറഞ്ച്. സ്വാദിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഗുണത്തിൻ്റെ കാര്യത്തിലും മുൻപിലാണ് മധുരനാരങ്ങ അഥവാ ഓറഞ്ച്. ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്ന ജീവകം സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഒരു ഇടത്തരം മധുരനാരങ്ങ കഴിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവകം സി ആവശ്യകതയുടെ മുഴുവനായും ലഭ്യമാകുന്നു. സസ്യാഹാരത്തിൽ നിന്നും ഇരുമ്പ് ആഗിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുന്നതിലൂടെ ഇവ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ജീവകം സി മനുഷ്യ ശരീരത്തിന് സ്വയം നിർമ്മിക്കാൻ കഴിയാത്തതിനാൽ ഭക്ഷണത്തിലൂടെ തന്നെ ലഭിക്കേണ്ടതുണ്ട്. കൂടാതെ ഇതിൽ ഉയർന്ന അളവിൽ പെക്റ്റിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കളെ വൻകുടലിൽ നിന്നും നീക്കം ചെയ്ത് ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നു. കൂടാതെ നമ്മുടെ കാഴ്ചശക്തിക്കും ആരോഗ്യകരമായ ചർമ്മത്തിനും ആവശ്യമായ ജീവകം എ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ജീവകം ബിയുടെയും മികച്ച ഉറവിടമായ മധുരനാരങ്ങ നാഡീവ്യവസ്ഥയെയും പ്രത്യുൽപാദന വ്യവസ്ഥയെയും ആരോഗ്യകരമായി നിലനിർത്താനും ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നു. ഈ ഫലത്തിൻ്റെ തൊലിയിലും ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ സാലഡ്, യോഗർട്ട് തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർത്ത് കഴിക്കാവുന്നതാണ്. ചെറുനാരങ്ങ. വളരെയധികം ആരോഗ്യപരമായ ഗുണങ്ങളുള്ള ഒരു പഴമാണ് ചെറുനാരങ്ങ. ജീവകം സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിരിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ഫ്ലാവനോയിഡുകൾക്ക് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ക്യാൻസർ, ആൻറ്റി ഡയബറ്റിക് ഗുണങ്ങളുണ്ട്. കൂടാതെ ആരോഗ്യത്തിനാവശ്യമായ ഫോളിക് ആസിഡ്, പൊട്ടാസ്യം, പെക്റ്റിൻ തുടങ്ങിയ ഫൈറ്റോകെമിക്കൽസും ധാരാളമുണ്ട്. ചെറുനാരങ്ങയിലെ സിട്രിക് ആസിഡ് സുഗമമായ ദഹനത്തിനും വൃക്കയിലെ കല്ലുകൾ അലിയിക്കുന്നതിനും സഹായിക്കുന്നു. ഇതിലടങ്ങിയ അസ്കോർബിക് ആസിഡിന് സ്കർവി രോഗത്തെ പ്രതിരോധിക്കാനും സാധിക്കും. ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, തലകറക്കം, ഓക്കാനം എന്നിവ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. ചെറുനാരങ്ങയ്ക്ക് ആന്തരിക രക്തസ്രാവത്തെ തടയാൻ കഴിയും. ഇളം ചൂടുവെള്ളവും തേനും ചേർത്ത ചെറുനാരങ്ങ നീര് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും. ജീവകം സിയോടൊപ്പം തയാമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ, ജീവകം എ, ഫോളേറ്റ് തുടങ്ങിയ പോഷക ഘടകങ്ങളും ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഫലത്തിൻ്റെ തൊലിയിലും പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കാവുന്നതാണ്. ആപ്പിൾ. നമ്മുടെ ഭക്ഷണക്രമത്തിൽ എളുപ്പത്തിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഫലമാണ് ആപ്പിൾ. ആപ്പിളിൽ ഉയർന്ന തോതിൽ ഭക്ഷ്യനാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കുകയും ഹൃദയ സംബന്ധമായ രോഗങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. പെക്റ്റിൻ്റെ നല്ലൊരു ഉറവിടം കൂടിയായ ആപ്പിൾ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഉത്തമമാണ്. പാനീയമായി ഉപയോഗിക്കുന്ന ആപ്പിൾ സിഡർ വിനാഗിരി വൃക്കയിൽ കല്ല് രൂപപ്പെടുന്നതിനെ ചെറുക്കുന്നു. അമിതവണ്ണം, ആസ്മ, വിളർച്ച, ഉറക്കമില്ലായ്മ എന്നിവയ്ക്ക് ആപ്പിൾ ശുപാർശ ചെയ്യപ്പെടുന്നു. പതിവായി ആപ്പിൾ കഴിക്കുന്നതിലൂടെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, പ്രമേഹം, ക്യാൻസർ എന്നിവയ്ക്കുള്ള സാധ്യതകൾ കുറയുമെന്നാണ് ഗവേഷണങ്ങൾ തെളിയിക്കുന്നത്. ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ക്യൂർസെറ്റിൻ എന്ന ഫ്ലാവിനോയിഡ് കൂടിയ അളവിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മാതള നാരങ്ങ. വളരെയധികം പോഷകസമ്പുഷ്ടമായ ഒരു ഫലമാണ് മാതളം. ഇത് ഒരു സൂപ്പർ ഫുഡായി വിശേഷിപ്പിക്കപ്പെടുന്നു. ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റ്, പോളിഫിനോൾ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ രോഗങ്ങളെ ചെറുക്കാനുള്ള മികച്ച കഴിവുണ്ട്. ഇതിലടങ്ങിയ നാരുകളുടെ മുഴുവൻ ഗുണവും ലഭിക്കാൻ പഴത്തോടൊപ്പം വിത്തുകളും ചേർത്ത് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
ഒരു ദിവസത്തെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട ജീവകം കെ 80 മൈക്രോഗ്രാം ആണ്. ഒരു മാതളം കഴിക്കുന്നതിലൂടെ ഏതാണ്ട് 46.2 മൈക്രോഗ്രാം ജീവകം കെ ലഭ്യമാകുന്നു. ശക്തമായ അസ്ഥികൾക്കും ആരോഗ്യകരമായ രക്താണുക്കൾക്കും ഈ ജീവകം അത്യാവശ്യമാണ്. ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകന പഠനം സൂചിപ്പിക്കുന്നത് തലച്ചോറുമായി ബന്ധപ്പെട്ട അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് എന്നിവയിൽ നിന്ന് പരിരക്ഷിക്കാൻ ഇത് ഉതകുമെന്നാണ്. മാതള നാരങ്ങയിലെ ഉയർന്ന അളവിലുള്ള പോളിഫിനോളാണ് ഇതിന് സഹായിക്കുന്നത്. മാതള നാരങ്ങ ഫ്രൂട്ട് സലാഡ്, തൈര് എന്നിവയിൽ ചേർത്തും കഴിക്കാവുന്നതാണ്. പൈനാപ്പിൾ നമ്മുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഏറെ സഹായകമായ പഴമാണ് പൈനാപ്പിൾ. ഇതിലടങ്ങിയിരിക്കുന്ന ബ്രോമലൈൻ സൈനസൈറ്റിസ് കുറയ്ക്കുന്നതിന് സഹായിക്കുമെന്ന് നാഷണൽ സെന്റർ ഫോർ കോംപ്ലിമെന്ററി ആൻഡ് ഇൻ്റഗ്രേറ്റീവ് ഹെൽത്ത് പറയുന്നു. കൈതച്ചക്കയിൽ അടങ്ങിയിരിക്കുന്ന മാംഗനീസ് എല്ലിൻ്റെയും കോശങ്ങളുടെയും നിർമ്മാണത്തിന് സഹായിക്കുന്നു. വെണ്ണപ്പഴം അഥവാ അവക്കാഡോ. വെണ്ണപ്പഴത്തിൽ ഒലിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ആരോഗ്യകരമായ കൊളസ്ട്രോൾ നിലനിർത്തുന്നത് ഹൃദ്രോഗത്തിനും ഹൃദയാഘാതത്തിനുമുള്ള സാധ്യത കുറയ്ക്കും. വാഴപ്പഴം പോലെ വെണ്ണപ്പഴത്തിലും പൊട്ടാസ്യം ധാരാളമുണ്ട്. ആരോഗ്യമുള്ള കണ്ണുകൾക്കും ചർമ്മത്തിനും പ്രധാനമായ ല്യൂട്ടിൻ എന്ന ആൻറ്റി ഓക്സിഡന്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വെണ്ണപ്പഴത്തിലെ നാരുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്തുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഉയർന്ന അളവിൽ പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും. വായ, ചർമ്മം എന്നിവയെ ബാധിക്കുന്ന ക്യാൻസറുകളുടെ സാധ്യത വെണ്ണപ്പഴം കുറയ്ക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. വെണ്ണപ്പഴം സാലഡുകളിൽ ചേർത്തോ അല്ലാതെയോ കഴിക്കാം. ബേക്കിങ്ങിന് കൊഴുപ്പുകൾക്ക് പകരം വെണ്ണപ്പഴം ഉപയോഗിക്കാവുന്നതാണ്. കാർഷിക അറിവുകൾ, മാത്യു ചാക്കോയുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.